അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കണ്ണീരിൽ കുതിയുന്ന ഫലസ്തീൻ എന്ന വിഷയമായി 2 വാക്ക് സംസാരിച്ച് നിർത്താം. ആദ്യം തന്നെ തുണ നൽകിയ നാഥനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. നമുക്കറിയാം, ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങുന്നത്. ലോകം ഉറ്റുനോക്കിയിരുന്ന ഈ ഒരു യുദ്ധം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് തിളച്ചു കയറുന്നത് പെറ്റുവീഴുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും ചേതനമറ്റ ശരീരങ്ങളെ കണ്ടുകൊണ്ടും ഓരോ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ടുകൊണ്ടാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഫലസ്തീൻ. 1ാം ലോക മഹായുദ്ധത്തോടെ ഒട്ടോമാൻ സാമ്രാജ്യം തകർന്നു ബ്രിട്ടീഷ് കോളനിയായി മാറി. സ്വാതന്ത്ര്യ രാഷ്ട്രീയത്തിന് വേണ്ടി തുടങ്ങിയ ഫലസ്തീൻ നീണ്ട 20 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആർത്തി നിൽക്കുമ്പോൾ, എട്ടും പൊട്ടും തിരിയാത്ത ലക്ഷ്യങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കുന്ന മിസൈലുകൾക്കും ബോംബുകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക പോലുള്ള അത്യാധുനികമുള്ള രാഷ്ട്രീയങ്ങൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലസ്തീനുകളെ കൊന്നാൽ തീരുന്നില്ല ഈ പ്രശ്നം. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ മൃതദേഹം നിരനിരയായി കടത്തിയത് നിങ്ങൾ കാണുന്നുണ്ട്. കൂട്ട നിലവിളികൾ കേൾക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കിടത്തിയ ആശുപത്രികൾ പോലും ഉന്നം വെക്കുന്ന ക്രൂരത നിങ്ങൾ കാണുന്നുണ്ട്. ഈ നരമേധം കൊണ്ട് ഈ മണ്ണിൽ നിന്ന് ഫലസ്തീൻ തകർന്നു പോകുമെന്ന് വിചാരിക്കൽ മൗഢ്യമാണ്. ലോകം ഇത് കാണുന്നുണ്ട്. കനിവുള്ള ഓരോ കുഞ്ഞിന്റെ മനസ്സിലേക്ക് മറ്റനേകം ഫലസ്തീൻ ഉയരുകൊള്ളുന്നത് മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഇടനെഞ്ചിൽ കാണാനാവില്ല. ജനിച്ച മണ്ണിന്റെ അവകാശം ചോദിക്കാനായി ആ ജനതയ്ക്ക് അവകാശമില്ലാതിരുന്നു. വർഷത്തിൽ എപ്പോഴെങ്കിലും ലക്ഷ്യത്തിൽ പതിക്കുന്ന ഒരു റോക്കറ്റ് എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും നീതി കാരണമാണ്. ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യരുടെ താവളമായി ഈ ഭൂമി മാറുന്നുണ്ടെങ്കിൽ തന്നെ കണക്ക് പറഞ്ഞ് ഓരോ സെക്കൻഡുകളിലും യഹൂദി ഭീകരതയുടെ കാൽച്ചുവട്ടിൽ പിടഞ്ഞു മരിക്കുന്ന അവിസ്മരണീയായ കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷിയായി പോകുന്നതല്ല. മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഇടനെഞ്ചിലാണ് നിങ്ങളുടെ റോക്കറ്റുകൾ പതിക്കുന്നത്. കാലത്തിന് മായ്ക്കാനാവാത്ത മുറിവുകൾ ആത്മാഭിമാനത്തിന്റെ അഗ്നിപർവ്വതങ്ങളാണെന്ന് ഓരോ ഇസ്രായേലിമാരും മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ടു കൊതി തീരാത്ത പിഞ്ചോമനകളുടെ ചേതനമേറ്റ മൃതശരീരങ്ങളെ കണ്ടുകൊണ്ട് മണ്ണിലിറക്കി വെക്കും മുമ്പ് തോളിലെട്ടി എല്ലാ സങ്കടങ്ങളും കടിച്ചിറക്കി വിതുമ്പുന്ന ഉമ്മയുടെ ആയിരിക്കും പിന്നീട് അന്ത്യം കുറിക്കുക. അള്ളാഹു ആ ഫലസ്തീനുകളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടുത്തെ പിഞ്ചോമനകളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.